ഒരു തോട്ടത്തിൽ വളരെ മനോഹരമായ ഒരു റോസാപ്പൂവ് വിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനെന്നോണം കുറേ ആളുകൾ അതിൻ്റെ ചുറ്റും കൂടി. അതിനുശേഷം അവർ പരസ്പരം സംസാരിച്ചത് ആ റോസാപ്പൂവിൻ്റെ ഒരു കുറവിനെക്കുറിച്ചാണ്. അവർ തമ്മിൽ പറഞ്ഞത് ഈ ചെടി നിറയെ മുള്ളുകളാണെന്നും ആ പൂവിൻ്റെ മനോഹാരിത കണ്ട് അതിനെ സ്പർശിച്ചാൽ നമ്മുടെ കയ്യിൽ അത് മുറിവുകൾ ഏൽപ്പിക്കുമെന്നുമാണ് അവർ പരസ്പരം പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മുടെ സമൂഹവും. നമുക്ക് എത്ര നല്ല ഗുണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഡ്രോബാക്സിനെ കണ്ടെത്താനും അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് നമ്മുടെ സമൂഹം ശ്രമിക്കാറുള്ളത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും ആ റോസാപ്പൂവിനെ പോലെ വളരെ മനോഹരമായി ബ്ലൂം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു തോട്ടത്തിൽ വളരെ മനോഹരമായ ഒരു റോസാപ്പൂവ് വിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനെന്നോണം കുറേ ആളുകൾ അതിൻ്റെ ചുറ്റും കൂടി. അതിനുശേഷം അവർ പരസ്പരം സംസാരിച്ചത് ആ റോസാപ്പൂവിൻ്റെ ഒരു കുറവിനെക്കുറിച്ചാണ്. അവർ തമ്മിൽ പറഞ്ഞത് ഈ ചെടി നിറയെ മുള്ളുകളാണെന്നും ആ പൂവിൻ്റെ മനോഹാരിത കണ്ട് അതിനെ സ്പർശിച്ചാൽ നമ്മുടെ കയ്യിൽ അത് മുറിവുകൾ ഏൽപ്പിക്കുമെന്നുമാണ് അവർ പരസ്പരം പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മുടെ സമൂഹവും. നമുക്ക് എത്ര നല്ല ഗുണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഡ്രോബാക്സിനെ കണ്ടെത്താനും അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് നമ്മുടെ സമൂഹം ശ്രമിക്കാറുള്ളത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും ആ റോസാപ്പൂവിനെ പോലെ വളരെ മനോഹരമായി ബ്ലൂം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും.